ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ശ്രീനിയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നല്ലൊരു ഡിസൈനുമായിട്ടാണ്. ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇനാമലാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് ടർപ്പൻറ്റൈൻ വേണം. പിന്നെ ടർപ്പൻറ്റൈൻ്റെ കൂടെ നമുക്ക് സാധാരണ കോട്ടൺ തുണി, അത് പീസായാലും മതി, കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇനാമൽ പെയിൻറ്റ്, അതായത് ബ്ലാക്ക് ഇനാമൽ കുറച്ച് ടർപ്പൻ്റ് ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രതലം ഉണ്ടാക്കലാണ്. ആ പ്രതലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ കുട്ടിയിട്ട പ്രതലമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫിനിഷായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ വൈറ്റ് ഇനാമൽ അടിച്ചു കൊടുക്കുക. വൈറ്റ് ഇനാമൽ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ മേലെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ എമൾഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്കത്ര ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനാമൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നമുക്ക് പല വിധത്തിലുള്ള ഡിസൈനും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇന്ന് ഈ തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതൊരു സാധാരണക്കാരനും ഇതിന് പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ വീടുകൾ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ വലിയ എമൗണ്ടൊക്കെ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും അവരെ ഇത് ചെയ്യുന്നതല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും സാധാരണക്കാരായ ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ വീടുകളൊക്കെ ഇതുപോലെ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഏതായാലും നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും പെട്ടെന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഏതായാലും ഇതൊന്ന് കണ്ടു നോക്കുക. എന്തായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനാമൽ പെയിൻറ്റ് മാത്രം നമ്മളെ കയ്യിലുണ്ടായാൽ മതി. ഓക്കെ, ഫിനിഷിങ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിപ്പോൾ ഒരു ആർച്ച് ഡിസൈൻ ചെയ്തതാണ്. ആർച്ച് എന്ന് വെച്ചാൽ പഴയൊരു ആർച്ചിൻ്റെ ഇതാണ്. വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്തൊരു സ്പേസാണ്. എന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.